എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഡെയിലി പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പ് വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ആദ്യം തന്നെ ഞാൻ ഇന്ന് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഹിമാലയയുടെ ഓയിൽ സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ എൻ്റെ ഫേസിലൊക്കെ ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കോഫിയുടെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ലിപ് ബാമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലിപ് ബാമാണ്. അപ്പോൾ ഞാനിത് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എന്താ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ മിൽക്ക് വൈറ്റിൻ്റെ ഇത് ചേച്ചി എനിക്ക് കുവൈറ്റിന് വരുന്ന സമയത്ത് കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ടോണറാണ്. അപ്പോൾ ഈ ടോണറാണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എന്താ അല്പം എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനിതാ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിനി അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഒലയുടെ ക്രീമാണ് കേട്ടോ. അപ്പൊ ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്രീമാണ്. ഞാനിത് 2-3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിനി അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഇതാ ഈ ക്രീമാണ്. ഇതിന്റെ ഒന്നിച്ച് ഞാനെന്താ റിയൽ മേക്കപ്പ് ബേസ് എന്നുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഇതും കൂടി ഒരു ഡ്രോപ്സ് മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ടാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. പിന്നീട് ഞാനത് ചെയ്യുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ചെയ്തോളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫേസിലേക്ക് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഇനി അടുത്തതായിട്ട് ഞാൻ യാർഡ്ലിയുടെ പൗഡറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഐബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഐബ്രോസ് സെറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാനത് ഐബ്രോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കൺസീലർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. രണ്ട് സൈഡിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ എൻ്റെ ഒരു മസ്കാര കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡേസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിതൊരു ബോർഡർ പോലെയാണ് കേട്ടോ കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഈ ഒരു കളറ് ലിപ്സ്റ്റിക് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കളറാണ് കേട്ടോ വെക്കുക. അടുത്തതായിട്ട് ഞാൻ ഇതാ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിതാ ഇതുപോലെ 2 കമ്മൽ എടുത്തിട്ടുണ്ട്. കമ്മൽ കൂടി കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മേക്കപ്പ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റിയ നല്ലൊരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് അറിയിക്കാനും വിട്ടുപോകണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ, സീ യു.